ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോഴേ കുറെ ദിവസങ്ങളായിട്ട് വയ്യാട്ടോ ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പൊ വന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അപ്പോ ഞാൻ എന്റെ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിലൊരു വീഡിയോ കാണാനിടയായി. അപ്പൊ അതൊന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. റിയാക്ഷൻ അല്ല, ആക്ച്വലി എനിക്കറിയില്ല നമ്മുടെ കേരളം എങ്ങോട്ടായി പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും ആ വീഡിയോ. ഒരു അധ്യാപിക പുള്ളിക്കാരുടെ ചാനലിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ. അധ്യാപിക ആരാണെന്നോ പുള്ളിക്കാരി കാണിക്കുന്ന എന്താണെന്നോ പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, പുള്ളിക്കാരിയൊക്കെ അധ്യാപിക എന്ന് വിളിക്കുന്നത്, ടീച്ചർ എന്ന് വിളിക്കാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത്? ആ ഒരു വിളി കേൾക്കാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളോടല്ല എനിക്ക് അവരോട് തന്നെ ചോദിക്കാനുള്ളത്. ഞാൻ അവരുടെ വീഡിയോ റീസെന്റ് നമ്മുടെ ഗൈസും പിന്നെ അതുൽ വ്ലോഗ്സ്, ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളുണ്ട്. അപ്പൊ അവരുടെ വീഡിയോസിൽ അവര് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലാണ് ഞാൻ കണ്ടത്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ട്. വേറെ ഒന്നുമല്ല, ഇവരൊക്കെ ആരെയും ടീച്ചർ എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത്? 2025 തുടങ്ങിയ നാള് മുതൽ, 2025 തുടങ്ങിയ അപ്പം മുതൽ നമുക്ക് തുടങ്ങിയതാണ് കൊലപാതകം, പീഡനം. ഒന്നിനും ആർക്കും ആരെ കൊല്ലാനും മടിയില്ല. ആർക്കും ആരെ എന്താ എനിക്ക് പറയാൻ തന്നെ എന്തോ പോലെ ആവുന്നു. കുട്ടികളെ പുറത്തുവിടാൻ തന്നെ മടിയാവുന്നു. റാഗിങ്. എങ്ങോട്ടാണ് നമ്മുടെ കേരളം പൊക്കോണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഞാൻ ഇതിനു മുന്നും ഞാൻ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്തിനൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്? നമുക്കിത് ഉപയോഗിക്കാൻ എന്തൊക്കെ നല്ല നല്ല വഴികളുണ്ട്. അതിന് പകരം ഇവരൊക്കെ എങ്ങനെയാണ് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്? ടീച്ചർ, ഒരു അധ്യാപികയാണ്. അവരുടെ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്റെ ചാനലിൽ കൂടി ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ കാണുമ്പോൾ ആ സമയത്ത് തന്നെ കയറി റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കാണുന്ന ചാനലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കാണുന്നതല്ലേ മീൻസ് സെർച്ച് ലിസ്റ്റിൽ വന്ന് കിടക്കത്തുള്ളൂ എന്ന്. ഒരിക്കലും അല്ല. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മളൊരു ദിവസം എന്തൊക്കെ കാണുന്നുണ്ട് എന്നത് മാത്രമല്ല നമുക്ക് പിറ്റത്തെ ദിവസം വരുന്ന വീഡിയോസ് സെർച്ച് ലിസ്റ്റിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാണുന്നോ അതിനപ്പുറത്തേക്ക് നമുക്ക് എനിക്ക് വരാറുണ്ട്. എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ വീഡിയോസ് വരാറുണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് കൊണ്ടാണെന്ന് പറയുമായിരിക്കും. പറഞ്ഞോളൂ, എനിക്കതിലൊരു കുഴപ്പവുമില്ല. ഞാൻ അത് കാണുന്നുണ്ടോ കാണുന്നില്ലയോ എന്നുള്ളത് എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, പിന്നെ ഞാനിവിടെ പറയാനുള്ള കാര്യം, നമ്മളുടെ മക്കൾ എല്ലാവരും, എനിക്കറിയില്ല നിങ്ങളുടെ മക്കൾ കാണുമോ കാണില്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാ പിള്ളേരും ഇപ്പോ മൊബൈല് യൂസേജ് കൂടുതലാണ്. അത് ഭയങ്കര. പക്ഷേ ചില സമയത്തൊക്കെ അവർ കാണുമ്പോ നമ്മൾ പോലും അടുത്തുണ്ടാവത്തില്ല. അവരെന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് വീഡിയോസ് തന്നെയാണ് അവർ കാണുന്നത്. നമ്മൾ പലരും ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ ഇതുപോലെയുള്ള ഓരോരോ കീടങ്ങൾ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരെ അധ്യാപിക എന്ന് പറയാൻ പറ്റത്തില്ല. അധ്യാപിക എന്ന് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ വിളിക്കില്ല അധ്യാപിക എന്ന്. അധ്യാപിക എന്നൊരു വാക്കിന് വളരെ 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 മഹത്വമുള്ളൊരു വാക്കാണ്. എനിക്ക് കുറെ അധ്യാപികമാരുണ്ടായിട്ടുണ്ട്. ഇന്നും അവർ ഓർക്കുമ്പോഴേ എന്താ പറയുന്നത്, മനസ്സിൽ നിന്നൊരു എനിക്കത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. നമ്മൾ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഒരിക്കലും ഇവരെ അധ്യാപിക എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് അല്ലെ? കൊലപാതകം, കൊള്ള, എനിക്കറിയില്ല, പീഡനം. എങ്ങോട്ടാ നമ്മുടെ നാട് പോകുന്നത്? എന്തെങ്കിലും ഒരു നല്ല ശിക്ഷ ഇതിനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടാത്തതിന്റെ തന്നെയാണ്. നമുക്ക് നമ്മുടെ നിയമം നടപ്പിലാക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഒരു കൊലപാതകം ചെയ്ത വ്യക്തിക്ക് കൊലക്കാര് കിട്ടിയപ്പോ അതിന്റെ പിന്നാലെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു പ്രായം നോക്കണമെന്ന്. പ്രായം നോക്കിയിട്ടാണോ കൊലപാതകം ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് തൂക്കിക്കൊല്ലുമ്പോ പ്രായം നോക്കേണ്ടത്? മരിച്ച ആളുടെ പ്രായം നോക്കിയിട്ടാണോ കൊല്ലുന്നത്? അല്ലല്ലോ. പിന്നെന്തിനാണ് കൊല്ലാൻ കൊടുക്കുന്ന ആളുടെ പ്രായം നോക്കണം എന്ന് പറയുന്നത്? എവിടുത്തെ ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല നമ്മുടെ കേരളം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്. പുറത്ത്, സത്യം പറയുവാണെങ്കിൽ പുറത്ത് പോയി തിരിച്ചു വരുന്നവരെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പണ്ട് കേരളത്തില് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ 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 ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ദിനം പ്രതി ഓരോ ദിവസം നമുക്ക് ഓരോരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. മയക്കുമരുന്ന് കിട്ടാത്തതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്. റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഇന്ന് ഇപ്പോ ഒരു മാതൃഭൂമി ന്യൂസിലോ അങ്ങോട്ട് വന്നു തോന്നുന്നു, ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു ഡ്രഗ്സ് അടിച്ചിട്ട് ഒരു പെൺകുട്ടി ചെയ്യുന്നത്. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്, നമ്മളെ കാലം എങ്ങോട്ടാ പോകുന്നത് എന്ന് എനിക്കറിയില്ല. മാക്സിമം നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ നിരീക്ഷിക്കുക. ഓക്കെ, അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ പറയില്ല അവർക്കത് ഇഷ്ടപ്പെടുമെന്ന്. നമ്മളും ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, നമുക്ക് ആണെങ്കിലും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇന്ന് അവർക്ക് അത് ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും നാളെ അവരുടെ നല്ലതിന് വേണ്ടിയാണെന്ന് എന്തെങ്കിലും അവർ തിരിച്ചറിയുമായിരിക്കും. നമ്മൾ അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവരെവിടെയാണ് പോകുന്നത്, അവരെന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുട്ടികളെ നമ്മളാണ് നേരവണ്ണം ആക്കേണ്ടത്. ഈ ഒരു കുട്ടി ഡ്രഗ്സ് അടിക്കുന്നുണ്ട് എന്ന് അവന്റെ മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ പോലും അവർ പുറം ലോകത്തിന് അറിയിക്കില്ല. കാരണം അവർക്കത് നാണക്കേടാണ്. നാളെ അവന്റെ ജീവിതം ഇല്ലാതായാലും അവർക്ക് കുഴപ്പമില്ല. ഇന്ന് അവൻ ഇങ്ങനെയാണെന്ന് നാട്ടുകാർ അറിയാൻ പാടില്ല, ബന്ധുക്കൾ അറിയാൻ പാടില്ല, പോലീസുകാർ അറിയാൻ പാടില്ല. അതറിഞ്ഞ ചിലപ്പോ അവൻ നന്നായി പോയാലോ. അതല്ല അവർ നോക്കുന്നത് അന്ന് അവരനുഭവിക്കുന്ന മാനക്കേടാണ് അവർ നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ മാറേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് നമുക്കുണ്ടാകുന്ന മാനക്കേടിനേക്കാളും എത്രയോ നല്ലതായിരിക്കും നമ്മുടെ മക്കള് അത് കഴിഞ്ഞ് നന്നായി വരുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്ന സത്യങ്ങള് നമ്മൾ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുത്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലായിരിക്കും നമ്മുടെ മക്കൾ അങ്ങനെ ആവുന്നത്, നമ്മൾ വളർത്തിയത് കൊണ്ടല്ലായിരിക്കും അങ്ങ് ആവുന്നത്. പക്ഷേ നമുക്കറിയാവുന്നത് അവരെ നന്നാക്കാനായിട്ട് നമ്മൾ മാക്സിമം പുറത്തു കൊണ്ടുവരിക. നമ്മൾ ഒരിക്കലും നമ്മളെ മക്കള് ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാതിരിക്കുക. അവരങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും. പക്ഷേ അവര് പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ അവര് പറഞ്ഞത് ഉള്ളത് തന്നെയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളെ കുറിച്ച് അവര് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടാകും. ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല, തിരുത്തുക. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അവരങ്ങനത്തെ സാഹചര്യത്തിൽ കണ്ടു, ഇങ്ങനെ ഇവിടെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള മാതാപിതാക്കൾ അങ്ങനെയായിരിക്കും, എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം. നമ്മൾ അവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മളോട് കുറ്റം പറയുന്ന ഒരാളെ നമ്മൾ എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ചിലപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും പറയുമായിരിക്കും. പക്ഷെ മീൻവൈൽ നമ്മൾ അവരെ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം, എല്ലാവർക്കും ബോധ്യമുള്ളതാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് പേടിയാണ്. പുറത്തു പോയി വരുമ്പോ തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ്, എനിക്ക് വളരെ പേടിയാണ്. ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം വേറൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീഡിയോ കണ്ടതിന്റെ ഒരു അധ്യാപിക, എന്നിട്ട് ആ അധ്യാപിക പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇനിയും കാണിക്കും. എനിക്കൊരു ചാനലുണ്ട്, ഞാൻ ഇനിയും ഇതുപോലെ തന്നെ ഉള്ള വീഡിയോസ് ഇടുമെന്ന്. നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണ് അങ്ങനെ പറയാനുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്ത ഇതൊന്നുമല്ല. ഇതിലൊന്നും അധികാരികളൊന്നും കാണുന്നില്ല ഇങ്ങനെയുള്ള ചാനലുകള്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള ഓരോരോ കോപ്രായങ്ങൾ, ഇതൊന്നും കാണുന്നില്ല. എന്നിട്ട് അവർ അതിൽ പറയുന്നുണ്ട് 18 വയസ്സുള്ള നിങ്ങളുടെ കുട്ടികള് അവിടെ എന്തൊക്കെ പേക്കൂത്താണ് കാണിക്കുന്നുള്ളത് എന്ന് നിങ്ങൾക്കറിയാവുന്ന. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് അവര് കാണിക്കുന്ന പേക്കൂത്ത്. ഓക്കെ, ഈ 80ഉം 90ഉം വയസ്സുള്ള നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തിനൊന്നും ഇതൊരു കുഴപ്പമല്ല. ഓക്കെ, നല്ല കാര്യം. നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ ഇങ്ങനെയല്ല, ഇതിനപ്പുറം കാണിച്ചെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ അവര് കാണിക്കുന്ന പേക്കൂത്തിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. മറ്റുള്ളവരുടെ കുട്ടികളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കുട്ടികൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയാനോ ഉള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല. ഒരു അധ്യാപിക എന്ന പദം പോലും നിങ്ങളെ അതുപോലെ ഉച്ചരിക്കാനുള്ള ഇത് നിങ്ങൾക്കില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ
ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ഇതൊന്നും കണ്ട് നിങ്ങൾക്ക് ലൈക്കും ഷെയറും കമന്റും ഇടുന്ന ആൾക്കാരിൽ പലരും നിങ്ങളുടെ തന്നെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. അവർക്ക് പോലും നാണം ലജ്ജവും ഇല്ല നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ ഉണ്ടെന്ന് വിചാരിച്ച് എന്നും വിളിച്ചു പറയാന്നുള്ളതാണോ നിങ്ങളുടെയൊക്കെ തോന്നലുകള്? പിന്നെ ഒരു കാര്യം, ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ല. എന്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എനിക്കാകെ 1000-2000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിൽ എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി ഞാൻ എന്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയും ചെയ്യും. ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് നല്ലതിന് വേണ്ടിയാണ് എല്ലാവരും ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ ഈ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിയല്ല. ഇത് കണ്ട് ഒത്തിരി പേര് ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഓക്കെ, വലുതാവട്ടെ ചെറുതാവട്ടെ കുറെ പേര് ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. എന്റെ ഈ വീഡിയോ കാണുന്നവരോടുണ്ടോ എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ചാനൽ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് അടിക്കുക, ചാനൽ പൂട്ടിക്കുക. ആരും ഇതുപോലുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ട. വളർന്നു തലമുറയ്ക്ക് കൊടുക്കാൻ നല്ല മെസ്സേജസ് ഉണ്ട്, നല്ല വീഡിയോസ് ഇടുന്നവരുണ്ട് ഇതില്. അല്ലാതെ ഈ കാണുന്ന പേക്കൂത്തൊന്നും അല്ല, അല്ലാതെ ഉള്ള വീഡിയോസും ഉണ്ട്. നല്ല രീതിക്ക് ജീവിക്കുക, നല്ല വീഡിയോസ് ഇട്ട് ജീവിക്കുക. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നേ? എന്തിനാ ഇങ്ങനെ വളർന്നു വരുന്ന തലമുറ നശിപ്പിക്കുന്നേ? ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മക്കളെ നല്ല രീതിക്ക് വളർത്തുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ ടീച്ചറാട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചാനലൊക്കെ കാണുമ്പോൾ ഒന്ന് റിപ്പോർട്ട് അടിച്ചേക്കണേ. അവർക്കൊന്നും ഇതിനുള്ള ഒരു ടീച്ചറൊന്നും വിളിക്കരുത് പ്ലീസ്. ടീച്ചറൊന്നും അവരെ വിളിക്കരുത്, അതിനുള്ള ഒരു യോഗ്യതയില്ല. പിന്നെ ടീച്ചറോടാണ് നിങ്ങൾക്ക് കുട്ടികളെ കുറ്റം പറയാനുള്ള ഒരു അധികാരവും ഇല്ല. ഓക്കെ, 18 വയസ്സുള്ള അവര് കാണിക്കുന്നതും 88 വയസ്സുള്ള നിങ്ങൾ കാണിക്കുന്നതും തമ്മിലെ നല്ല വ്യത്യാസമുണ്ട്. അവർ അറിവില്ലായ്മ കൊണ്ടാ കാണിക്കുന്നെങ്കിൽ നിങ്ങൾ അറിവ് കൂടി പോയിട്ടാ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾക്ക് ഇത് കൊടുക്കരുതെന്ന് നിങ്ങൾ പറയുമായിരിക്കും. നിങ്ങൾ ഇപ്പൊ ഇത് കാണുന്ന പലരും പറയുമായിരിക്കും, എന്തിനാ കുട്ടികൾക്ക് യൂട്യൂബും മൊബൈലൊക്കെ കൊടുക്കുന്നതെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളതേ, നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ കൊടുത്തിട്ട് വേണമായിരിക്കും കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ. കമ്പ്യൂട്ടർ യുഗമാണ് ഹേ. നമ്മൾ കൊടുത്തില്ലെങ്കിലും അവർ ഏതെങ്കിലും വഴി കാണും. അപ്പോ തലമുറകളെ നശിപ്പിക്കാതിരിക്കാൻ ഇതുപോലെയുള്ള റിപ്പോർട്ട് അടിച്ച് ചാനൽ ഇല്ലാതാക്കിയേക്കാം. എന്റെ കൺമുന്നിൽ ഇങ്ങനെയുള്ള ചാനലുകൾ കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് അടിക്കാറുണ്ട്. എനിക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചാനൽ ഒന്നും വളരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കമന്റ് ഇടാൻ എല്ലാവർക്കും പറ്റും, റിപ്പോർട്ട് അടിക്കാൻ ധൈര്യമുള്ളവർക്കേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ധൈര്യമുള്ളവരാണോ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചേക്കുക. പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ ഇതില് എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. അവരെ ടീച്ചറിന് വിളിക്കാൻ ഒരു അധികാരവും ഇല്ല. പിന്നെ ഞാൻ അവരെ ഏത് ടീച്ചറാണ് എന്ത് ടീച്ചറാണ് എന്റെ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇനി ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാനത് അനുഭവിക്കാൻ തയ്യാറുമാണ്. ഓക്കെ, റിയാക്ട് ചെയ്യാനല്ലേടോ മനുഷ്യന് വായും നാക്കും ഒക്കെ തന്നിരിക്കുന്നത് അല്ലേ? പിന്നെ അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ചാനൽ കാണുമ്പോൾ ഒന്ന് റിപ്പോർട്ട് അടിക്കാം. ഇതിന് മുന്നേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ചാനലുകൾ കാണുമ്പോൾ ഒന്ന് റിപ്പോർട്ട് അടിച്ചേക്കാൻ. ഞാൻ പറഞ്ഞത് പുള്ളിക്കാരിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് മിണ്ടാതിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ സമൂഹത്തെ നമ്മൾ തന്നെ നന്നാക്കാൻ നോക്കാം. പിന്നെ നിയമപാലകരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ണിൽ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരുവാണെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ ശ്രമിക്കുക. വഴി കൂടി പോണവരുടെ നേരേക്ക് ചാടാനുള്ള കഴിവ് ഇതുപോലുള്ളത് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകം നന്നാവും. കൊലയും പീഡനവും എല്ലാം കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്തേക്കണേ. പിന്നെ എന്നെ പൊങ്കാലയിടുന്നവരോടാണ്, എന്നെ പൊങ്കാലയിടാൻ ഉദ്ദേശിക്കുന്നവരോടാണ്, എനിക്കത് ദേഹത്ത് തട്ടത്തേയില്ല. സോ ഞാനത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ അത്ര വലിയ യൂട്യൂബറും അല്ല.
ഐ മീൻസ് ആവില്ല എന്നല്ല, ആവുമായിരിക്കാം എപ്പോഴേലും, ഇപ്പൊ അല്ല. 1,000-2,000 സബ്സ്ക്രൈബേഴ്സ് അത്രേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള ചാനലുകൾ കണ്ടാൽ ഇനി ഞാൻ ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്യും. ഓക്കെ, യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തുടങ്ങിയാൽ മതി, അല്ലെങ്കിലേ ഇട്ടേര്. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞതില് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലേ താഴെ ഒന്ന് കമന്റ് ചെയ്തുള്ള. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ്സ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.